KSFE ചേലക്കര ബ്രാഞ്ചിൽ നിന്നും ഒരു നറുക്ക് 3 ലേലവുമായി ഉടൻ ആരംഭിക്കുന്ന മൾട്ടി ഡിവിഷൻ ചിട്ടിയിൽ 20,000 ഇൻറ്റു 50 മാസം 10 ലക്ഷം രൂപ, 9,50,000 രൂപ നറുക്ക് പ്രൈസും, 30% ലേലക്കിഴിവിൽ 7 ലക്ഷവും 30% ലേലക്കിഴിവിൽ രണ്ടാമത്തെ മാസം മുതൽ 16,250 രൂപ തവണ സംഖ്യയുമായിരിക്കും. കൂടാതെ KSFE എംപവർ ചിറ്റ്സിൽ മെഗാ ബമ്പർ സമ്മാനമായി 1.5 കോടിയുടെ വിലയും ലഭിക്കുന്നു. 200ഓളം ഇലക്ട്രിക് സ്കൂട്ടറുകൾ മേഖലാതല സമ്മാനമായും ശാഖാതലത്തിൽ 10-ഒരാൾക്ക് 1000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറുകളും ലഭിക്കുന്നു. ഗൃഹനിർമ്മാണം, വിദ്യാഭ്യാസം, വിവാഹം തുടങ്ങിയ ആവശ്യങ്ങൾക്കിനി ലോണുകളുടെ അമിത പലിശ ഭാരമില്ലാതെ മുൻകൂട്ടി ചേരാൻ സാധ്യമായ ചിട്ടികൾ, ഓൺലൈൻ പേയ്മെന്റ് സൗകര്യവും സൗജന്യ ഡോർ കളക്ഷൻ സൗകര്യവുമുണ്ട്. KSFE ചേലക്കര. ഫോൺ 0488425245 9037597176. തിരുവല്ലോമലയിലെ വഴിയിലെ ഉണക്കമരങ്ങളും ചെരിഞ്ഞ വൈദ്യുതി പോസ്റ്റുകളും യാത്രക്കാരുടെ ജീവന് ഭീഷണിയാകുന്നു. അധികൃതർ നടപടിയെടുക്കാത്തതിൽ ജനങ്ങൾ കടുത്ത പ്രതിഷേധത്തിൽ. പഴയന്നൂർ തിരുവല്ലോമല പ്രധാന പാതയോരത്തെ അപകടാവസ്ഥയിലായ ഉണക്കമരങ്ങളും മരക്കൊമ്പുകളും വഴിയാത്രക്കാർക്കും വാഹനങ്ങൾക്കും ഒരുപോലെ സുരക്ഷാ ഭീഷണി ഉയർത്തുന്നു. നിത്യേന സ്കൂൾ ബസ്സുകളും ആംബുലൻസുകളും അടക്കം നിരവധി വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു പോകുന്ന ഈ റോഡിൽ ഏത് നിമിഷവും ഒരു ദുരന്തം പ്രതീക്ഷിച്ചാണ് യാത്രക്കാർ സഞ്ചരിക്കുന്നത്. കൂട്ടുപാതയ്ക്ക് സമീപമുള്ള കുത്തനെയുള്ള ഇറക്കത്തിൽ നിൽക്കുന്ന വൻമരം അപകടാവസ്ഥയിലായിട്ടും അധികൃതർ അനങ്ങാപ്പറ നയം സ്വീകരിക്കുകയാണെന്ന് തിരുവല്ലോമലയിലെ പൊതുപ്രവർത്തകൻ രാംകുമാർ നമ്പ്യാത്ത് ആരോപിക്കുന്നു. തിരുവല്ലോമല ഇലക്ട്രിസിറ്റി ബോർഡിന്റെ അനാസ്ഥ. വള്ളച്ചാലുകളിലാണ് ഇലക്ട്രിക് പോസ്റ്റ് ഫിറ്റ് ചെയ്യുന്നത്. ഇത് അന്ന് ഫിറ്റ് ചെയ്യുമ്പോൾ പറഞ്ഞതാണ് വള്ളച്ചാലിൽ നിന്ന് മാറ്റി സൈഡിലേക്ക് മാറ്റാൻ പറഞ്ഞത്. അവർ പറഞ്ഞത് കേൾക്കുകയില്ല. ഇതാ നിങ്ങളിതിപ്പോൾ കണ്ടില്ലേ, ഇതാ ഇതൊന്നുണ്ട്. ഇവിടുന്ന് കൂട്ടുപാതയിലേക്കാണ്ട് ഇറങ്ങുന്ന 3 പോസ്റ്റും വള്ളച്ചാലിലാണ്. മഴ പെയ്താൽ വെള്ളം ഒഴുകി പോകാൻ തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് ഈ പോസ്റ്റുകളൊക്കെ ഇപ്പോൾ നിൽക്കുന്നത്. ഈ പോസ്റ്റ് ചെരിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും പോകാം. പിന്നെ നമ്മളിത് പറഞ്ഞപ്പോൾ അവരെന്താ പറഞ്ഞത്? മറ്റേ അന്ന് പറഞ്ഞതാണ് വള്ളച്ചാലിൽ ഇടണ്ട, വള്ളച്ചാലിന് പുറത്തേക്ക് ഇടുമെന്ന് പറഞ്ഞാൽ. അവരുടെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല, അവർ കേൾക്കില്ല. മറ്റേ ഇതൊക്കെ കോൺട്രാക്ടർ ബേസ് ആണ് ഇപ്പോൾ നടക്കുന്നത്. കോൺട്രാക്ടർമാരും പറഞ്ഞാൽ കേൾക്കില്ല. അവരെന്തോ ഇട്ടിട്ട് പോകണമെന്ന് മാത്രമേ അവർക്കുള്ളൂ. ഈ മരത്തിന് തൊട്ട് താഴെയാണ് വൈദ്യുതി ലൈനുകളും ഒരു സ്വകാര്യ സ്കൂളും സ്ഥിതി ചെയ്യുന്നത്. കുട്ടികൾ അടക്കമുള്ളവർ ഇവിടെ ജീവൻ പണയം വെച്ചാണ് കടന്നു പോകുന്നത്. ഈ വൻമരം അടിയന്തരമായി മുറിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് അധികൃതർക്ക് പരാതി നൽകിയിട്ടും ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് പ്രദേശവാസിയായ RK രമേശും വ്യക്തമാക്കുന്നു. ഇഷ്ടമാതിരി കാരണം ആംബുലൻസും പിന്നെ സ്കൂൾ ബസ്സുകളും തൃശ്ശൂർക്കുള്ള മെയിൻ റോഡാണിത്. തിരുവില്ലാമല തൃശ്ശൂർ കണക്ട് ചെയ്യുന്ന റോഡാണ്. അതിൽ ഇങ്ങനെ അനാസ്ഥമായിട്ട് ഇത് കാലങ്ങളായിട്ട് ഇങ്ങനെ ഉണങ്ങി നിൽക്കുന്നുണ്ട്. പഞ്ചായത്തിലും മറ്റേ അതിൻ്റെ വിവരങ്ങൾ പറഞ്ഞിട്ടുള്ളതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇത് എന്താണ് അപകടങ്ങൾ, കാരണം രാവിലെ സ്കൂൾ നേരത്തൊക്കെ വണ്ടി വീഴോ വല്ല കുട്ടികൾക്കൊക്കെ വല്ലതും പറ്റുകയാണെങ്കിൽ ജീവൻ മഴക്കാലത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. അപ്പോൾ അത് അധികൃതർ ഒന്ന് ശ്രദ്ധ ചെലുത്തി അതൊന്ന് വേഗം മുറിച്ച് നല്ല രീതിയിലൊന്ന് മുറിച്ച് മാറ്റി തരണം. ഇങ്ങനെ ഇനി എത്ര മരങ്ങളുണ്ടോ അറിയില്ല വഴിയിലൊക്കെ. ഇപ്പം ഞങ്ങളിതിപ്പോൾ ഹൈവേ ആണ്. ഒന്നാമത് കയറ്റം കയറി വരുമ്പോൾ അത് കാണുന്നില്ല. ഇനിയിപ്പോൾ മരം വീണ് കിടക്കുകയാണെങ്കിൽ പോയി രാത്രി നേരത്ത് ശ്രദ്ധിക്കില്ല ആൾക്കാർ, അത് വേറെ അപകടമായി മാറും. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മാറ്റുകയാണെങ്കിൽ അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണം. അതാണ് വേണ്ടത്. മരങ്ങൾ മാത്രമല്ല, റോഡരികിലെ ഓടയിൽ ചെരിഞ്ഞ നിലയിൽ സ്ഥാപിച്ചിട്ടുള്ള ഇലക്ട്രിക് പോസ്റ്റുകളും വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. KSEB അധികൃതർ യാതൊരു ദീർഘവീക്ഷണവുമില്ലാതെ ഓടയ്ക്കുള്ളിൽ ഇലക്ട്രിക് പോസ്റ്റ് സ്ഥാപിച്ചപ്പോൾ തന്നെ നാട്ടുകാർ എതിർപ്പ് അറിയിച്ചിരുന്നു. എന്നാൽ ഇതൊന്നും വകവെക്കാതെയാണ് പോസ്റ്റ് ഇവിടെ സ്ഥാപിച്ചത്. തിരുവല്ലോമലയിലൂടെ കടന്നുപോകുന്ന യാത്രക്കാർക്കും പ്രദേശവാസികൾക്കും വൻ ദുരന്തമുണ്ടാകുന്നതിനു മുൻപ് അടിയന്തരമായി ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ശക്തമായ ആവശ്യം. കാലവർഷം ആരംഭിച്ചു. അതോടൊപ്പം തന്നെ മരങ്ങൾ കടപുഴകി വീഴുന്ന സമ്പ്രദായം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു അറിയാൻ കഴിയും, തിരുവില്ലാമല നമ്മുടെ പഞ്ചായത്തിൻ്റെ അതിർത്തി പ്രദേശമായ പാമ്പാടി മുഴുവൻ ചീരക്കുഴി വരെ നോക്കുമ്പോൾ റോഡിൻ്റെ ഇരുവശങ്ങളിലും പല വൃക്ഷങ്ങളും അപകടകരമായ രീതിയിലാണ് നിലനിൽക്കുന്നത്. കുട്ടികൾ നടന്നു പോകുന്ന കുട്ടികൾക്ക് വരെ ഭീഷണി ഉയർത്തിക്കൊണ്ടാണ് ഈ മരങ്ങൾ നിൽക്കുന്നത്. ഈ അടുത്ത ദിവസം തന്നെ നമ്മുടെ പുനർജനയുടെ അവിടെ ഒരു മരങ്ങൾ കടപുഴകി വീണു എന്തോ പലപ്പോഴും നമ്മൾ അത്ഭുതമായി രക്ഷപ്പെടുകയാണ്. മറ്റ് അപകടങ്ങളൊന്നും സംഭവിക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെടുന്നു എന്നുദ്ദേശിച്ച് എന്നും ഇത് സംഭവിക്കണമെന്നില്ല. അപ്പോൾ അതിനൊരു മുൻകരുതൽ എന്ന നിലയ്ക്ക് ഇത്തരത്തിലുള്ള മരങ്ങൾ വെട്ടിമാറ്റാൻ അധികൃതർ ശ്രമിക്കണമെന്നും
അതിൻ്റെ കാലതാമസം ഒഴിവാക്കണമെന്നും ആണ് ഒരു അപേക്ഷ പറയാനുള്ളത്. ഒരു കാര്യം തന്നെ പറഞ്ഞാൽ തിരുവില്ലാമല ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ മുമ്പിൽ സർക്കാർ സ്ഥലങ്ങളിൽ തന്നെ നിൽക്കുന്ന പുളിയും മറ്റുള്ള പാഴ്മരങ്ങളും നിരവധിയാണ്. അത് മറിഞ്ഞു വീഴാൻ ഇട വന്നു കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന ടാക്സി സ്റ്റാൻഡ് അടക്കം പല കെട്ടിടങ്ങൾക്കും അപകടങ്ങൾ സംഭവിക്കും. മനുഷ്യരും പലപ്പോഴും പഞ്ചായത്തിനെ ആശ്രയിച്ച് വരുന്നതാണ്. അവർക്കൊക്കെ അപകടം സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. ഇത്തരം മരങ്ങളെ മുഴുവൻ വെട്ടിമാറ്റി നമ്മൾ പ്രകൃതിക്ക് ദോഷം വരുത്താൻ വേണ്ടിയിട്ടല്ല നമ്മളിത് പറയുന്നത്. പ്രകൃതി സംരക്ഷണത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ഇങ്ങനത്തെ അപകടങ്ങളില്ലാത്ത മരങ്ങൾ വെച്ച് പിടിപ്പിച്ചുകൊണ്ട് അതിനെ സംരക്ഷിക്കുക. ഈ അപകടകരമായ മരങ്ങളെ മാറ്റണം എന്നുള്ള ഒരു അത്യന്താപേക്ഷിതമായ കാര്യമാണ്. പല ഭാഗങ്ങളും, ഒരു ഭാഗത്തു നിന്നല്ല, പല ഭാഗങ്ങളും ആൽമരങ്ങളാണെങ്കിലും മറ്റ് പാഴ്മരങ്ങളാണ്. ഈ പൂമരങ്ങളും മറ്റുള്ള കാര്യങ്ങളും മദ്രാശി മരങ്ങളും കൊണ്ട് അതിൻ്റെ ഒന്നും മഴ പെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തഴച്ചു വളർന്ന് ഭാരം കൂടി പൊട്ടി വീഴാൻ ഇടവരുന്ന സാഹചര്യങ്ങളുണ്ട്. ആ സാഹചര്യങ്ങൾ നേരിൽ കണ്ട് മനസ്സിലാക്കി ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാവണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. CCV ന്യൂസ്, തിരുവല്ലോമല.